ഹലോ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ? നമുക്ക് ഡ്രാഗൺ സിറ്റി വരെ പോയിട്ട് വരാം അല്ലേ? അപ്പം ഞങ്ങൾ ഇതേണ്ട പോവാനെ കൊണ്ട് ഇറങ്ങി. ചേട്ടനും മോനോട് ഇങ്ങനെ നടന്നു പോവാണേ, മോനെ കാണാൻ പറ്റുന്നില്ല. നടന്നു പോവാ. ഈ കാർ എടുക്കുന്ന അത് കണ്ടോ, അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ മേളിലായിട്ട് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങൾ ബസ് കയറാനെ കൊണ്ട് അങ്ങോട്ട് പോവാണേ. ബസ്സിലാണ് ഞങ്ങൾ പോയത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബസ് കയറി നമ്മൾ മനാമയിൽ ചെന്നപ്പോഴത്തേനും ഭയങ്കര തണുപ്പും കാറ്റുമായിരുന്നു. എന്നാ തണുപ്പും കാറ്റുമല്ല, എന്നാ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയാവാന്നും കണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഞാനും ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും ചട്ടിച്ചോറ് മേടിച്ചു. അപ്പം മോന് ഏലക്കകത്ത് ചോറ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അങ്ങനെ അവിടുന്ന് ഒരു ഇല മേടിച്ച് അതിനകത്ത് ചോറ് അവന് കൊടുത്തു. നമുക്ക് ഞണ്ടുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പപ്പടം, ചമ്മന്തി, അച്ചാർ, ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈക്ക് ഭയങ്കര എരിവായിരുന്നു. ഞാനുണ്ടോ എരിവൊക്കെ കടിച്ചമർത്തിരിക്കുക. എരിവിന്റെ കാഠിന്യം വരണമെങ്കിൽ കണ്ടോ നാക്കൊക്കെ വെളിയിലിട്ട് ഭയങ്കര എരിവായിരുന്നു. പിന്നെ പായസം ഉള്ളത് അത് കുടിച്ചങ്ങ് പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ മനാമ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബസ്, ഡ്രാഗൺ സിറ്റിക്ക് പോകാനുള്ളത്. ഡ്രൈവർ വന്നില്ലായിരുന്നു, അപ്പം ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ ഡ്രാഗൺ സിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ബസ്സിലേക്ക് ഇരുന്ന് വീഡിയോ എടുക്കാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതാ കണ്ടോ. അങ്ങനെ ഞാൻ നോക്കുന്നപ്പം എയർപോർട്ടിൻ്റെ അടുത്ത് വന്നപ്പം ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്. അപ്പം എന്തായാലും ഓർത്തു വീഡിയോ എടുത്ത് വെച്ചേക്കാം, നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ. അപ്പം നിങ്ങളോർക്കും ഞങ്ങളൊക്കെ കാണാത്തതാണ് കാണുമെന്ന്. അതല്ല, കണ്ടപ്പോൾ ഒരു കൗതുകം, അങ്ങനെ എടുത്തിയ. എന്നാലും ബസ്സിലൊക്കെ ഇരുന്ന് വീഡിയോസ് എടുക്കാൻ പേടിയായിരുന്നു. കാരണം നമ്മൾ എടുക്കുന്ന കണക്കല്ല, പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കയറുന്നതല്ലേ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. എനിക്കൊരു ചെറിയ പേടിയായിരുന്നു, ചിലപ്പോൾ എങ്ങനെയാണ് ഒരാൾ കണ്ടിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, നമ്മുടെ ഫോൺ മേടിച്ച് വെക്കുവോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഡ്രാഗൺ സിറ്റി എത്തി. ഇതാണ് എൻട്രൻസ് ഡ്രാഗൺ സിറ്റിയുടെ. അവിടെ വന്നപ്പോഴത്തേനും നല്ല തണുപ്പായിരുന്നു. അന്നേരം പിന്നെ ചേട്ടൻ പറഞ്ഞെന്നാ എന്തേലും കോട്ടോ ഹുഡിയോ എന്തെങ്കിലും നമുക്ക് മേടിക്കാം, അകത്ത് കയറിയിട്ട് മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞാൽ ശരി. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പൊക്കെ നോക്കുക എന്നൊക്കെയുള്ള, എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചേട്ടൻ നേരെ തിരിച്ച്, പുള്ളിക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാലോ, അവരൊക്കെ എന്തായാലും ടോയ്സിൻ്റെ ഭാഗത്തോട്ടേ തിരിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇത് എൻട്രൻസിൻ്റെ അകത്തോട്ട് കയറാനെ കൊണ്ട് തുടങ്ങി. അങ്ങനെ അകത്തോട്ട് കയറി. അവിടെ ചെന്ന് നേരെ ഫസ്റ്റിലെ ചേട്ടന് ഇലക്ട്രോണിക് ഷോപ്പിൽ കയറി. നമുക്ക് റിംഗ് ലൈറ്റ് മേടിക്കാനുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് മേടിച്ചു. ഇതാണ് എൻ്റെ കയ്യിൽ, ഞാനത് എൻ്റെ ആ കവറും കൊണ്ട് തൂക്കി പോകുന്നത് ഞാനാണേ. എൻ്റെ കയ്യിൽ ആ റിംഗ് ലൈറ്റ് ആയിരിക്കുന്നത്. ആ റിംഗ് ലൈറ്റ് അല്ലല്ലോ, സോറി, മോൻ്റെ ടോയ്സ്. അവന് ടോയ്സ് വേണമെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അവൻ്റെ ടോയ്സ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ റിംഗ് ലൈറ്റ് മേടിച്ചു കേട്ടോ. പക്ഷെ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ഞാൻ നോക്കി, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം വിലയായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ചവിടെ നമ്മുടെ തായ് മാർട്ടിലോട്ട് വന്നു. അവിടെ ഒന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നു. അപ്പം മോനാണെങ്കിൽ അവിടെ വന്നത് ഫോട്ടോ എടുക്കാനെ കൊണ്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. ഇവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ച് ഫോട്ടോ, അതേ തായ്ലൻഡ് എഴുതിക്കുന്നുണ്ട്, അവിടെയൊക്കെ പോകുന്നത് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ചായ മേടിച്ചു. ചായയും ഓറിയോ ബിസ്ക്കറ്റും ആണെന്ന് തോന്നുന്നു മേടിച്ചത്. എന്നാണ് ഓറിയോ ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചു. അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു, കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേനും നല്ല കാറ്റായി. അന്നേരത്തേനും ഞാൻ പറഞ്ഞു നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല, അതുപോലെ തണുപ്പാണ്. ഇവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കാം. പിന്നെ നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ ദാണ്ട് രണ്ട് വള്ളം, പിന്നെ വള്ളം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ അതാ കിടക്കുന്നൊരു ഓട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോന് ഇഷ്ടമാണ് ഓട്ടോ എന്ന് പറഞ്ഞാൽ, അവന് വലിയ ഇഷ്ടമാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അതിലൊന്ന് കയറണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കറിയത്തില്ലല്ലോ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞ് ഇവർ വഴക്ക് പറയുമോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ വേണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞു. വല്ല ചതി അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് വെളിയിൽ കൊണ്ടുവന്നു. വെളിയിലോട്ട് ഇറങ്ങി, അകത്ത് നിന്നപ്പോൾ അത്രയും കുഴപ്പമില്ല. വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും വീണ്ടും തണുക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. മോൻ എന്തായാലും ഫുൾ കൈ ഉടുപ്പിട്ടുണ്ട്, അവന് വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നാലും തണുപ്പായിരുന്നേ. ഇതാണ് ഇത് തായ് മാർട്ടാണേ. ഇതിനകത്ത് പിന്നെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു, അതിനകത്തൊന്നും കയറിയില്ല. പിന്നെ കയറിയില്ല, സമയമില്ലാഞ്ഞിൻ്റെ അല്ല, അതിനകത്തോട്ട് കയറില്ല. വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ലാഞ്ഞുകൊണ്ട് പിന്നെ അതിനകത്തോട്ടൊന്നും കയറിയില്ല. ഈ തായ് മാർട്ടിൻ്റെ എല്ലാം ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു ബസ് അങ്ങ് പോയി. അപ്പോൾ അടുത്ത ബസ് വരാനൊക്കെ ഏതാണ്ട് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് താമസം ഉണ്ടെന്ന് പറഞ്ഞു. ആ 20 മിനിറ്റും
ആ ബസ് സ്റ്റോപ്പിൽ തന്നെ നിന്ന് വെയിലും സോറി വെയിലല്ല കേട്ടോ, തണുപ്പും കാറ്റും അടിച്ച് അവിടെ തന്നെ ഇരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന, മൈഗ്രെയിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോഴത്തേനും തണുപ്പിടായപ്പോൾ ഭയങ്കര തലവേദന. അങ്ങനെ തണുപ്പൊക്കെ അടിച്ചിരുന്നപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ദേ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഏത് രാജ്യത്തോട്ടാണ് പോയെന്നൊന്നും അറിയത്തില്ല. എന്താണെന്നില്ല അതിങ്ങനെ കണ്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ മേപ്പോട്ട് നോക്കിയിരിക്കുമോ. ആരാണെങ്കിലും നോക്കത്തില്ലേ, ഫ്ലൈറ്റ് പോകുന്നതാണ് നമ്മൾ ഞാൻ നോക്കും, ഇപ്പോഴും ഞാൻ നോക്കും. എനിക്കിഷ്ടമാണ് അത് കാണുന്നത്. ഇത്രയും അടുത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് മേളിലല്ലേ പോകുന്നത്, ഇതിപ്പോൾ ഇത്ര അടുത്ത്